അട്ടപ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് ആദിവാസി ഊരിലുള്ള ഒരു സാധാരണ ചെറുപ്പക്കാരനായിരുന്നു മധു. അവൻ അറിയുന്ന രാഷ്ട്രീയം വിശപ്പിന്റെയും അതുപോലെ തന്നെ കഷ്ടപ്പാടിന്റെയുമായിരുന്നു. ആ രാഷ്ട്രീയത്തിലൂടെ അവൻ അവന്റെ ജീവിതത്തെ തള്ളി നീക്കി പറ്റുന്ന പണികൾ എടുത്ത് അവന് പറ്റുന്ന രീതിയിൽ അവന്റെ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ടുള്ള വേതനം കണ്ടെത്തി, അതിൽ നിന്നും തുച്ഛമായ രീതിയിൽ ഭക്ഷണം കണ്ടെത്തി അത് കഴിച്ച് അവന്റെ ആ ഒരു നാട്ടിൽ സന്തോഷത്തോടു കൂടിയായിരിക്കണം അവൻ ജീവിച്ചിരുന്നത്. കാരണം അവന്റെ ജനനം മുതൽ അവൻ കാണുന്നത് ആ അന്തരീക്ഷമാണ്. അവൻ വളർന്നതും ആ അന്തരീക്ഷത്തിലാണ്. അവന്റെ ചുറ്റുമുള്ളതും അത്തരക്കാരാണ്. അവനെ വേദനിപ്പിച്ചതും അവരുടെയും വിഷമങ്ങളാണ്, അവരുടെ അവസ്ഥകളാണ്. നമ്മുടെ നാട്ടിൽ എല്ലാ പേർക്കും ബുദ്ധിമുട്ടുകളുണ്ട്. അതൊരു മിഡിൽ ക്ലാസ്സിൽ നിൽക്കുന്ന ആളുകൾ പോലും ഇന്ന് പല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നു. നമ്മളിപ്പം എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ആശ്രയം നമ്മുടെ ഒപ്പം നിൽക്കുന്നവരോടോ അല്ലെങ്കിൽ നമ്മളെ വേണ്ടപ്പെട്ടവരോടോ നമ്മളൊരു ആശ്രയം ചോദിക്കും. ഒരുപക്ഷെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ മധുവിന്റെ ചുറ്റുപാടുകളും പ്രശ്നമുഖരിതമാണ്. അവർ അനുഭവിക്കാൻ തുടങ്ങിയ യാതനകളും വേദനകളും വർഷങ്ങളുടെ പാരമ്പര്യവും ചരിത്രവും ഉള്ളതാണ്. ആ ചരിത്രങ്ങൾ നമ്മൾ തിരഞ്ഞു പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ പല തേച്ചു മിനിക്കിയ കതറിട്ട കുട്ടപ്പന്മാരായ പല നേതാക്കന്മാരുടെയും പൊയ്മുഖങ്ങൾ, രാഷ്ട്രീയ ഭേദമന്യേ, അതിന് LDF ആയാലും UDF ആയാലും അവരുടെ എല്ലാവരുടെയും രാഷ്ട്രീയ പൊയ്മുഖങ്ങൾ ഈ ഇടങ്ങളിൽ വീണ് തച്ചുടയും. പക്ഷെ അത് വളരെ വിശദമായി തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളികൾ ഒബ്സർവ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. നമ്മൾ വ്യക്തമായിട്ട് നമുക്ക് എല്ലാം അറിയാം. പക്ഷെ നമ്മൾ എവിടെയൊക്കെയോ ഒന്നും അറിയില്ല എന്ന് നടിക്കുന്നുവോ എന്നൊരു സംശയം. അപ്പോ ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക്, ഇവിടെ ഈ പറയുന്ന പാർശ്വവൽക്കരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ മാറ്റി നിർത്തപ്പെടുന്ന, ഇത്തരത്തിൽ വിശപ്പിന്റെ പേരിൽ ആഹാരം എടുത്ത് കഴിക്കാൻ ശ്രമിച്ച മധുവിനെ പോലുള്ള ആളുകൾ നമ്മുടെ ഇടങ്ങളിലുണ്ട്. അവർ ഇന്നാട്ടിലെ ഏമാന്മാരെയും ഇന്നാട്ടിലെ പ്രമുഖന്മാരെയും കാണുമ്പോൾ കുമ്പിടുന്ന ഒരു രീതി ഇന്നും നമ്മുടെ ഇടങ്ങളിൽ കാണുന്നുണ്ട്. അതിന് നമ്മൾ നമ്മുടെ ഇവിടെ നിന്നും വിജയിച്ചു പോയ ചില മന്ത്രിമാരുടെ രൂപത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവരുടെ എല്ലാം ആവശ്യം അവരെ കാല് തൊട്ട് തൊഴണം, അവരെ വന്ദിക്കണം, അവരെ വഴിമാറി കൊടുക്കണം. ആ ഒരു പഴയ നശിക്കപ്പെട്ട കലികാലത്തിലെ ഒരു ചെയ്തിയാണത്. ആ ചെയ്തികൾ തുടരണമെന്ന് ആഗ്രഹിക്കുന്ന കുറേയേറെ ആളുകൾ പ്രമുഖത ചമഞ്ഞ് വലിയ മന്ത്രി കൊട്ടാരങ്ങളിൽ കതർ ധരിച്ച് AC-യിൽ കുളിച്ച് നല്ല ഒരു പട്ടിണിയും ഇല്ലാതെ നെഞ്ചിന്റെ ഇവിടം വരെ മുട്ടുന്നവരെ ആഹാരം കഴിച്ച് സുഭിക്ഷമായിട്ട് ജീവിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇടങ്ങളിൽ നമ്മൾ അങ്ങ് വടക്കേ ഇന്ത്യയോ നമ്മുടെ കേരളം വിട്ടുള്ള സംസ്ഥാനങ്ങളോ ചികഞ്ഞു പോകണ്ട. നമ്മുടെ ഇടങ്ങളിൽ, നമ്മുടെ കേരളത്തിന്റെ ഇടങ്ങളിൽ ഇന്നും എത്രയോ പേർ അവരുടെ ഒരു ദിവസത്തെ ഒരു വയറ് വിശപ്പാണ് ഏതൊരു മനുഷ്യനെയും ഏതൊരു വ്യക്തിയെയും പണിയെടുപ്പിക്കുന്നതും അവനെ വേദനിപ്പിക്കുന്നതും അവനെ അലട്ടുന്നതും അവനെ കരയിക്കുന്നതും വിശപ്പ് തന്നെയാണ്. ആ വിശപ്പിന്റെ ശമനത്തിന് വേണ്ടി ഇന്നും കഷ്ടപ്പെടുന്ന എത്ര പേർ നമ്മുടെ ഇടങ്ങളിലുണ്ട്. അവരെ എല്ലാരെയും തന്നെ എത്ര പേർ അഡ്രസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇവിടെ നമ്മൾ ഈ പറയുന്ന ആളുകൾക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് ഒരു പദ്ധതി ഉണ്ടാക്കും. അതിലേക്ക് കോടികളുടെ പൈസ മാറ്റി വകവെക്കും. അത് എല്ലാ ബഡ്ജറ്റുകളിലും മാറ്റി വെക്കുന്ന ബഡ്ജറ്റ് നമ്മൾ കണ്ടവരാണ്, കേട്ടവരാണ്. ഇവിടെ എത്ര പേര് എന്നിട്ട് നല്ല ഇതായിട്ട്, അതായത് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവരുടെ ഇടങ്ങളിലെ പ്രശ്നങ്ങളുടെ സൊല്യൂഷൻ കണ്ടെത്തി അവരുടെ പട്ടിണി മാറ്റി അവർ പുതിയൊരു ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട്. ശബ്ദിക്കുവാൻ ഭയക്കുന്നവരെ, ഉച്ചത്തിൽ പറയുവാൻ ഭയക്കുന്നവരെ കള്ളം പറഞ്ഞ് ഈ നാട്ടിലെ ഒരു സിസ്റ്റം മാറ്റിയെടുത്തിട്ടുണ്ട്. അത് കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ തുടർന്നു വരുന്നുണ്ട്. ഇന്ന് നമുക്കൊരു പദ്ധതി വഴി ഒരാൾക്കൊരു വീട് കിട്ടുമ്പോൾ അത് ഔദാര്യമല്ല സാറേ, അത് അവന്റെ അവകാശമാണ് എന്ന് പറയുമ്പോൾ ഇവിടെ അതിന് മേലെ MLA-യുടെ പദ്ധതി പ്രകാരം, MP-യുടെ പദ്ധതി പ്രകാരം നമ്മുടെ പല വെയിറ്റിംഗ് ഷെഡ്, ഇത് നമ്മളൊരു വീടിന്റെ ഒരു സമവാക്യം എടുക്കണ്ട, വീടെന്ന് പറയുന്ന ഒരു ചിന്താഗതിയിലേക്ക് എത്തണ്ട. പൊതു ഇടങ്ങളിലുള്ള പബ്ലിക്കായിട്ടുള്ള വെയിറ്റിംഗ് ഷെഡുകളിലും അതുപോലെ തന്നെ പൊതു ഇടങ്ങളിലുള്ള മന്ദിരങ്ങളിലും ഇവിടെയുള്ള MLA-മാരുടെയും MP-മാരുടെയും അതുപോലെ തന്നെ കൗൺസിലർമാരുടെയൊക്കെ പേര് വളരെ ഇന്ന ആളുടെ വക വഴി കിട്ടിയ പദ്ധതിയിൽ ഉണ്ടായ ബിൽഡിംഗ്. അത് എന്തിനാണ് ഇവരുടെ എല്ലാവരും പേര് അതിൽ അനാച്ഛാദനം ചെയ്യുന്നത് അല്ലെങ്കിൽ എഴുതി പിടിപ്പിക്കുന്നത്?
എന്തിനു വേണ്ടിയിട്ടാണ് ഇത്? ഒരു കാര്യം നിങ്ങളും കൂടെ തിരിച്ചറിയുക. നമ്മൾ തിരഞ്ഞെടുത്ത് നമ്മളെ ഭരിക്കാൻ മാത്രം വേണ്ടി, നമ്മളുടെ സന്തോഷത്തിന് വേണ്ടി, നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഈ നാട്ടിൽ വ്യക്തമായിട്ട് കേൾക്കണം, സമാധാനത്തോടുകൂടി ജീവിക്കാനും കൂടെ വേണ്ടി തിരഞ്ഞെടുക്കുന്ന ആളുകളാണ് നിങ്ങൾ. അല്ലാതെ നിങ്ങൾ ഒരു പേരെടുക്കുവാൻ വേണ്ടിയിട്ടോ പേരെഴുതി ചേർക്കുവാൻ വേണ്ടിയിട്ടോ വന്നവരല്ല. നമ്മളുടെ ഇടങ്ങളിൽ നിന്ന്, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യരുടെ ഇടങ്ങളിൽ നിന്നൊരു മനുഷ്യനെ തിരഞ്ഞെടുക്കുന്നത് രാജാവായിട്ടോ തമ്പ്രാനായിട്ടോ അല്ല, നമ്മളിൽ ഒരാളായിട്ട് തന്നെയാണ്. പിന്നെ നിങ്ങൾക്കൊരു അധികാരം എന്ന് പറയുന്ന ഒരു സാധനം തന്നിട്ടുള്ളത് നമ്മളെ അടിച്ചമർത്താനോ നമ്മളെ പേടിപ്പിക്കാനോ ഉള്ളതല്ല, അത് നമ്മുടെ അവകാശങ്ങൾ നേടിത്തരാൻ വേണ്ടിയിട്ട് ഉള്ളതെന്നുള്ളൊരു തിരിച്ചറിവെങ്കിലും ഒരല്പം വിവേകമെങ്കിലും ഇവിടുത്തെ രാഷ്ട്രീയക്കാർ കാണിക്കണം. നിങ്ങൾ ഷോ കാണിച്ചുകൊള്ളൂ, നിങ്ങൾ ആഡംബരം കാണിച്ചുകൊള്ളൂ, നിങ്ങൾ വിദേശങ്ങളിൽ പോയി ചികിത്സ നടത്തിക്കൊള്ളൂ, ഒരു പരാതിയും ഇവിടെ പാവപ്പെട്ടവനില്ല. അവന്റെ ആവശ്യം ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞ വിശപ്പ് മാത്രമാണ്. ആ വിശപ്പ് മാറ്റുവാനുള്ള ഒരു പ്രതിഫലം മാത്രമാണ് അവൻ ചോദിക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആഹാരം എടുത്ത് കഴിച്ചതിന്, വിശന്നപ്പോൾ ആഹാരം എടുത്ത് കഴിച്ചതിന് മധു എന്ന് പറയുന്ന ആ പാവപ്പെട്ട മനുഷ്യനെ ഇവിടുത്തെ ഒരു കൂട്ടം പ്രമുഖർ തല്ലിക്കൊന്നു. അവൻ അന്ന് അവിടെ ചെയ്തിരുന്ന തെറ്റ്, വിശപ്പിന് വേണ്ടിയിട്ട് ആഹാരം എടുത്തു, ചോദിക്കാതെ എടുത്തു. അവന്റെ വിശപ്പ് കാരണമാണ് എടുത്തെന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. അവൻ എന്തിനെടുത്തു? അവന്റെ വിശപ്പ് മാറ്റാൻ വേണ്ടി മാത്രം. അല്ലാതെ അവൻ പൂഴ്ത്തി വെച്ചിരുന്ന അവന്റെ എന്താ പറയാ ഭണ്ഡാര കുറ്റി തുറന്നിട്ട് അവിടെ നിന്ന് പണമോ പണ്ടമോ അല്ല അവൻ അടിച്ചു മാറ്റിയത്. ഒരു നേരത്തെ വിശപ്പ് മാറ്റാനുള്ള ഒരു ആഹാരം മോട്ടിച്ചതിനാണ് ആ പാവപ്പെട്ട സാധുവിനെ ഈ നാട്ടിലെ ആളുകൾ തല്ലിക്കൊന്നിട്ടുള്ളത്. ഇതുപോലെ ആ ഭയം എന്തിനാണ് ജനങ്ങൾക്ക്, ആ പറയുന്ന ഇത്തരത്തിലുള്ള പാവങ്ങൾക്ക് കൊടുക്കുന്നത്? ഇനി ഇങ്ങനെ ഉണ്ടാവാതിരിക്കാനാണോ? പക്ഷെ വിശന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വിശന്ന് കഴിഞ്ഞാൽ ആഹാരം കഴിക്കുക തന്നെ വേണം. അതൊരു ചെറിയൊരു തുണ്ട് ബ്രെഡ് ആണെങ്കിൽ പോലും അവന്റെ വിശപ്പിന്റെ ശമനം സഹിക്കുവാൻ വേണ്ടി അവനത് കിട്ടുന്നത് സ്വർഗതുല്യമാണ്. ഇവിടെ ഒരാ മുട്ടലുമില്ലാതെ വയറ് നിറച്ച് സുഭിക്ഷമായിട്ട് കഴിച്ച് കിടന്നുറങ്ങുന്നവർക്ക് അതിന്റെ വിലയോ ആ വിശപ്പിന്റെ എന്താ പറയുക വേദനയോ തിരിച്ചറിയാൻ കഴിയത്തില്ല. അവർക്കത് വെറും ഒരു മോഷണം എന്ന പേര് മാത്രം ചാർത്താൻ സാധിക്കും. പക്ഷെ നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് അതൊരു മോഷണമല്ല, അവന്റെ നിലനിൽപ്പിനും അവന്റെ ജീവനും വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു കരുതലായിട്ട് വേണം കാണാൻ. ഒരുപക്ഷെ ഈ പറയുന്ന മനുഷ്യൻ ചിലപ്പോൾ ദിവസങ്ങളോളം പട്ടിണി കിടന്നതിന് ശേഷമായിരിക്കണം സാർ അന്നത്തെ ദിവസം ഇറങ്ങി മോട്ടിച്ചിട്ടുണ്ടാവുക. അന്നാണ് ആ മനുഷ്യനെ നിഷ്കരണം കൊല ചെയ്തത്. അപ്പോൾ ഞാൻ ഇന്ന് ഈ വിഷയം ഇവിടെ ഉന്നയിക്കേണ്ട പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഇവിടെ രാഷ്ട്രീയക്കാർ തമ്മിൽ കടിപിടി കൂടുന്നത് അധികാരത്തിന് വേണ്ടിയിട്ടും മന്ത്രി കസേരകൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ അവരുടെ പേരിങ്ങനെ നിലനിർത്തി പോരുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ, ഇവിടുത്തെ ജനം ഇന്ന് കഷ്ടപ്പെടുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അത് രാഷ്ട്രീയം മാറ്റി, മതം മാറ്റി, ദേശം മാറ്റി, അത് മലയാളി എന്നോ ബംഗാളി എന്നോ ഗുജറാത്തി എന്നോ ചിന്തിക്കാതെ ഒരു ഇന്ത്യനായ ഒരു മനുഷ്യൻ, ഒരു ഭാരതീയനായ ഒരു മനുഷ്യൻ നാട്ടിൽ സമാധാനത്തോടെ ജീവിക്കണമെന്നുള്ള ഒരു തിരിച്ചറിവ് ഇവിടുത്തെ നേതൃത്വത്തിന് ഉണ്ടാവണം. അത് കേരളം ഭരിക്കുന്ന പിണറായി വിജയനാണെങ്കിലും കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിക്കാണെങ്കിലും ഇവരെ എതിർക്കുന്ന പ്രതിപക്ഷത്തുള്ള രാഹുൽ ഗാന്ധിക്കാണെങ്കിലും ഈ ഒരു ബോധ്യമാണ് ആദ്യം വേണ്ടത്. അവിടെ നമുക്ക് എല്ലാ രാഷ്ട്രീയവും എല്ലാ മതവും നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഈ ഒരു വശത്തേക്ക് വെച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നിന്നാൽ, ജനിച്ചു വരുമ്പോൾ നഗ്നനായിട്ട് വരുന്ന നമ്മൾ മരണത്തിലേക്ക് പോകുമ്പോഴും അതേ നഗ്നതയോടുകൂടി തന്നെയാണ് പോകുന്നത്. ചിതയിൽ എരിയുന്നത്, ആദ്യം കത്തി എരിയുന്നത് തന്റെ ദേഹത്ത് പുതച്ച വസ്ത്രങ്ങൾക്കപ്പുറമുള്ള മനുഷ്യ ശരീരം പച്ചയായിട്ട് തന്നെയാണ് ഇവിടെ നിന്ന് പോകുന്നത്. അതുകൊണ്ട് തിരിച്ചറിയുക, ഈ ലോകത്ത് ആരെയും രാജാവല്ല, ഈ ലോകത്ത് ആർക്കും മുകളിലല്ല. ഈ ലോകത്ത് എല്ലാ മനുഷ്യരും ജീവിക്കുന്നത് ഒരു നേരത്തെ വിശപ്പടക്കാൻ വേണ്ടി മാത്രമാണ്. തമ്മിൽ കാണുമ്പോൾ കലി കൊള്ളുന്ന, തമ്മിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തുന്ന നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങളും കബളിപ്പിക്കപ്പെടുകയാണ്. ഇവിടത്തെ ഒരു കൂട്ടം നേതാക്കൾക്ക് വേണ്ടി നിങ്ങൾ കബളിപ്പിക്കപ്പെടുകയാണ്. സോഷ്യൽ ഇടങ്ങളിൽ വന്ന് തെറി കൊണ്ട് അഭിഷേകം നടത്തി തമ്മിൽ കലപില കൂടുന്ന നിങ്ങൾ ഒരു നിമിഷം ചിന്തിക്കുക, നിങ്ങൾ തെറി വിളിച്ചത് മറ്റൊരു മനുഷ്യനെയാണ്. അല്ലാതെ നിങ്ങൾ തെറി വിളിച്ചത് മറ്റൊരു ചെകുത്താനെയോ മറ്റൊരു മൃഗത്തിനെയോ അല്ല. നിങ്ങൾ തെറി വിളിക്കുന്നത് നിങ്ങളുടെ തന്നെ ഗുണങ്ങളുള്ള, നിങ്ങളുടെ പോലെ ശരീര ആകൃതിയുള്ള മറ്റൊരു മനുഷ്യനെയാണ്. സ്ത്രീ പുരുഷൻ എന്നൊരു വേർതിരിവില്ലാതെ ഒരു മനുഷ്യനെ തെറി വിളിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ ആദ്യം തിരിച്ചറിവ് വേണ്ടത് മനുഷ്യനെ തിരിച്ചറിയണം. അതിനുശേഷം ഇവിടെ മനുഷ്യനെ മുതലെടുക്കുന്ന രാഷ്ട്രീയക്കാരെ തിരിച്ചറിയണം. ഇത് ജനം തിരുത്തുക. ഞാൻ പല വീഡിയോയിലും പറയുന്നുണ്ട്, ഞാനിങ്ങനെ
വന്നിരുന്നിട്ട് എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. ആരും കേൾക്കാനൊന്നും പോണില്ല. പിന്നെ പറയുമ്പം എനിക്കൊരു സമാധാനം. എന്റെ സമാധാനത്തിന് വേണ്ടി ഞാൻ പറയുന്നു, കേൾക്കേണ്ടവർ കേൾക്കുന്നു. 10 പേര് കേട്ടാൽ സന്തോഷം. അതിൽ കൂടുതലൊന്നും ഞാനിവിടെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇത് വെച്ച് വലിയ വരുമാനമൊന്നും പ്രതീക്ഷിക്കുന്നുമില്ല. എനിക്ക് പറയാനുള്ളൊരു സ്ഥലമാണ് എൻ്റെ ചാനൽ. തുടരുക തന്നെ ചെയ്യും.